നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു രാവിലെ നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ഇന്ന് മെയ് 8 വെള്ളിയാഴ്ച ദിവസമാണ്. രാഷ്ട്രീയമായി നമ്മുടെ കേരളത്തിൽ, നമ്മുടെ അയൽ സംസ്ഥാനത്ത്, ബംഗാളിലൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചരടുവരികൾ നടക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പശ്ചിമേഷ്യയിലെ സാഹചര്യം, എല്ലാ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും എത്താം. വേനലിൻ്റെയൊക്കെ ഒരു അവസാനമെന്നോണം മഴ എത്താൻ പോവുകയാണ്. നല്ലപോലെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട് എന്നൊക്കെയാണ് മുന്നറിയിപ്പ്. അപ്പോൾ ഈ വാർത്തകളിലേക്കൊക്കെ നമ്മൾ വിശദമായി കിടക്കുകയാണ്. ഒരു അതിഥിയും നമ്മോടൊപ്പം ചെയ്യും ഇന്ന് രാവിലെയിൽ. കുറച്ച് സിനിമ വിശേഷങ്ങളുമായി. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ ആ വാർത്തകളിലേക്കൊക്കെ നമുക്ക് എത്താം. നോക്കാം ആദ്യം തലക്ക്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കം തുടരുന്നു. നിരീക്ഷകർ ഇന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കി KC വേണുഗോപാൽ. ഘടകകക്ഷി പിന്തുണ ഉറപ്പിച്ച VD സതീശൻ. സംസ്ഥാന നേതാക്കളെ നാളെ ഡൽഹിക്ക് വിളിപ്പിക്കും. തമിഴ്നാട്ടിൽ ഭൂരിപക്ഷം തികയ്ക്കാനാകാതെ വിജയ്. ഇടതു പാർട്ടികളുടെയും VCKയുടെയും നിർണായക യോഗം ഇന്ന്. സഖ്യസാധ്യത വീണ്ടും സജീവമാക്കി ദ്രാവിഡ കക്ഷികൾ. പശ്ചിമ ബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കും. BJP നിയമസഭാ കക്ഷി യോഗം ഇന്ന് കൊൽക്കത്തയിൽ. മമതയാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയെന്ന് തൃണമൂൽ. പശ്ചിമേഷ്യയിൽ സ്ഥിതി വീണ്ടും സങ്കീർണം. ഹോർമുസിൽ 3 US കപ്പലുകൾ ആക്രമിച്ച ഇറാൻ. ആക്രമണം സ്ഥിരീകരിച്ച ട്രംപ്. ടാങ്കറുകൾ ആക്രമിച്ചതിനുള്ള മറുപടി എന്ന് ഇറാൻ. സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ ലഭിച്ചില്ലെങ്കിലും ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാനായതിന്റെ ആത്മവിശ്വാസത്തിൽ VD സതീശൻ ക്യാമ്പ്. ലീഗിന് പുറമെ ജോസഫ് വിഭാഗവും CMPയും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും VD സതീശന് അനുകൂലമായിട്ടുള്ള തീരുമാനം ഹൈക്കമാൻഡ് പ്രതിനിധികളെ അറിയിച്ചുവെന്നാണ് സൂചന. MLA-മാരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം ഡൽഹിക്ക് പുറപ്പെട്ട AICC പ്രതിനിധികൾ കോൺഗ്രസ് ദേശീയ അധ്യക്ഷന് വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് കൈമാറും. അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ നാളെ ഡൽഹിക്ക് വിളിപ്പിച്ചേക്കുമെന്നാണ് വിവരം. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സാരംഗ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണേലും കേരളത്തിൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതൊക്കെ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. 3 പേരും സജീവമായുണ്ട്. 3 പേരുടെയും ക്യാമ്പുകളുണ്ട്. ഈ MLA-മാരുടെ പിന്തുണ എണ്ണത്തിൽ കൂടുതൽ അത് KC വേണുഗോപാൽ ആണെങ്കിൽ പോലും ഈ ഘടകകക്ഷികളുടെ നിലപാട് അത് നിർണായകമാകാൻ സാധ്യതയുണ്ടോ? ഇന്നെന്താണ് കോൺഗ്രസ് ക്യാമ്പിൽ നടക്കുക? എൽദോ, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നിയമസഭാ ഇലക്ഷനിൽ പ്രധാനമായും നടന്നിട്ടുള്ളത് ത്രികോണ മത്സരങ്ങളാണ്. പല മണ്ഡലങ്ങളിൽ നടന്നിട്ടുള്ളത്. അത്തരത്തിലൊരു ത്രികോണ മത്സരത്തിലേക്ക് ഈ ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിലേക്കും, അതായത് മുഖ്യമന്ത്രി ആരാകണമെന്ന തീരുമാനത്തിലേക്കും അങ്ങനെ ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം 3 നേതാക്കന്മാർ, അത് 3 പേരും ഒന്നിനൊന്ന് ശക്തരായിട്ടുള്ള നേതാക്കന്മാരാണ് ഈ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ KC വേണുഗോപാൽ പക്ഷമാണ്. അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ളത് എന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ ക്യാമ്പ് പ്രധാനമായും അവകാശപ്പെടുന്നത്. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് VD സതീശന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി അടക്കം, അതായത് AICC പ്രതിനിധികൾ കേരളത്തിൽ നിന്നും പോയതിനു ശേഷം ഘടകകക്ഷികളായിട്ടുള്ള പലരും, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ എത്തി, അതായത് കന്റോൺമെന്റ് ഹൌസിലെത്തി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പും വളരെ സജീവമാണ്. കാരണം സീനിയോറിറ്റിയാണ് പ്രധാനമായും രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്ന വാദം. എന്ത് തന്നെയായാലും ഇതിൽ പ്രധാനമായിട്ടുള്ള തീരുമാനം വരേണ്ടത് AICCയുടെ ഭാഗത്തു നിന്നാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് AICC പ്രതിനിധികൾ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രധാന നേതാക്കന്മാരെ, കേരളത്തിൽ നിന്നുള്ള ഈ ഒരു പ്രധാന നേതാക്കന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അവരെ ധരിപ്പിക്കാനടക്കമുള്ള സാധ്യത ഉണ്ട്. നാളെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യത. കാരണം നാളെ അടക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരടക്കമുള്ള കൂടിക്കാഴ്ചയും തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു തീരുമാനം എത്രത്തിലായിരിക്കും, അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഒരു
അതായത് വി ഡി സതീശൻ പക്ഷത്തിന് ഘടകകക്ഷികളെ പിന്തുണയും ഒപ്പം ജനഹിതവും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനമായും വി ഡി സതീശന്റെ ക്യാമ്പ് പ്രധാനമായും AICC അംഗങ്ങളെ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല കെ സി വേണുഗോപാലിനെ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എം പിമാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് മുൻപ് തന്നെ എടുത്തിരുന്നു. അതിന് വിരുദ്ധമായി കെ സി വേണുഗോപാലിനെ ഈ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഈ ഒരു തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാവുകയും ചെയ്യും. ഒപ്പം രമേശ് ചെന്നിത്തലയും വാദമുയർത്തുന്നത് കാരണം സീനിയോറിറ്റി പ്രധാനമായും ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് AK ആന്റണിയുടെ അടക്കം പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ഇതിൽ അതായത് വലിയ വിജയം നേടിയതിനു ശേഷവും ഈ ഒരു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള തർക്കം അത് ജനങ്ങൾക്കിടയിൽ എത്രത്തോളം കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലായിട്ട് വ്യക്തമാവുകയുള്ളൂ. കാരണം ആരാകും മുഖ്യമന്ത്രി അതിനുശേഷമായിരിക്കും അത് ജനഹിതവുമായി ചേർന്ന് നിൽക്കുന്നവരാണോ? കാരണം പല ഭാഗങ്ങളിലും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലടക്കം വി ഡി സതീശന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങളും ഫ്ലക്സുകളും മറ്റും ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കെ സി വേണുഗോപാൽ പക്ഷവും അത് ശക്തമായി തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളും അത് ഉയർത്തി കാണിക്കുന്നുമുണ്ട്. എന്തിനായാലും ഇത് ഏത് രീതിയിലായിരിക്കും AICC ഇതിൽ തീരുമാനമെടുക്കുക അത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. അതിൽ ആ ഒരു തീരുമാനം വന്നതിന് ശേഷമായിരിക്കും മറ്റേ ഈ ഒരു മന്ത്രിസഭയുടെ അടക്കം തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എൽദോ റൈറ്റ് സാരംഗി, ഈ പ്രതീക്ഷയിലാണ് 3 ക്യാമ്പുകളും എന്നുള്ളതിൽ തർക്കമില്ല. കാരണം പല കാരണങ്ങൾ എന്താണെങ്കിലും ഈ വി ഡി സതീശന്റെ അനുകൂലമായിട്ടുള്ള ഒരുപാട് പ്രകടനങ്ങളൊക്കെ ഇന്നലെ പലയിടങ്ങളിലും കാണുന്ന സാഹചര്യമുണ്ടായി. അതേസമയം കെ സി വേണുഗോപാലിന് കൃത്യമായിട്ടുള്ള മേധാവിത്വം ഈ MLA-മാരുടെ അഭിപ്രായ പ്രകടനത്തിൽ അതായത് നിരീക്ഷകർക്ക് മുന്നിലുള്ളതിൽ ആ ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെങ്കിൽ ഇപ്പോൾ സാരംഗ് സൂചിപ്പിച്ച പോലെ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത തെളിയണം, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കണം. അപ്പോൾ പ്രധാനമായും ഈ ജനങ്ങളെ വെല്ലുവിളിച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ള ഒരു തീരുമാനം അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടക്കുമോ? ഏതായിരിക്കും നിർണായകമാകാൻ പോകുന്നത്? ഹൈക്കമാൻഡിന്റെ മുന്നിൽ എന്ത് തീരുമാനത്തിലേക്കായിരിക്കും സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുക? എൽദോ തീർച്ചയായും. കാരണം അങ്ങനെ ഒരു തീരുമാനം വരികയാണെങ്കിൽ 2 തെരഞ്ഞെടുപ്പുകൾ വരും. കാരണം ഈ ഒരു കെ സി വേണുഗോപാൽ എം പി സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഒരു തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ ഈ ഒരു MLA സ്ഥാനത്തേക്കുള്ള ഒരു മത്സരവും കൂടി, അതായത് ആ 2 തെരഞ്ഞെടുപ്പ് കേരളത്തിലേക്ക് എത്തും. അത് ജനങ്ങൾ എത്രത്തിൽ സ്വീകരിക്കുമെന്ന് തന്നെ വലിയ ചോദ്യമാണ്. കാരണം ഈ ഒരു ജനഹിതമായി പലരും, അതായത് വി ഡി സതീശന്റെ ഭാഗമായി പലരും ഉയർത്തി കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഘടകകക്ഷികളൊക്കെ ഉയർത്തി കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവായി നിൽക്കുന്ന സമയത്ത് തന്നെ UDF-നെ നയിച്ചതും ഒപ്പം തന്നെ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളിലടക്കം മുന്നിട്ടിറങ്ങിയത് വി ഡി സതീശനാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അഭിപ്രായം കൂടി ഈ ഒരു തീരുമാനത്തിൽ ഭാഗമാക്കി എടുക്കണമെന്നാണ് അവർ പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനാവശ്യ ഇലക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വി ഡി സതീശൻ പക്ഷമടക്കം ഉയർത്തുന്ന കാര്യം എന്ന് പറയുന്നത് അനാവശ്യ ഇലക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും കോൺഗ്രസിനെതിരെ ഒരു വികാരം ഉണർത്താനുള്ള ഒരു കാര്യമായി അത് ജനങ്ങൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നടക്കം വി ഡി സതീശൻ ക്യാമ്പ് ഉയർത്തി കാണിക്കുന്നുണ്ട്. പക്ഷേ കെ സി വേണുഗോപാലും ആണ് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ ലഭിച്ചിട്ടുള്ളത് കെ സി വേണുഗോപാൽ പക്ഷത്തിനാണെന്നാണ് ഇപ്പോൾ ക്യാമ്പുകൾ പറയുന്ന കാര്യം. അത് എത്രത്തോളം AICC പ്രതിനിധികൾ കാര്യമായി എടുത്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ചിത്രം വളരെ വ്യക്തമാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു സമയത്തിലടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ എടുത്ത നിലപാടും AICC എടുത്ത നിലപാടടക്കം വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു സമയമാണ്. അത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ സി വേണുഗോപാലിന് തന്നെയാണ് കൂടുതൽ സാധ്യത തെളിയുന്നത്. പക്ഷേ കേരളത്തിലെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. ഇവിടുത്തെ വിജയവും മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ലഭിക്കാത്ത രീതിയിലുള്ള വളരെ ചരിത്രപരമായ ഒരു വിജയമായിരുന്നു കോൺഗ്രസിന് ഇവിടെ നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിൽ തീരുമാനത്തിലേക്ക് എത്തും, ആ ഒരു തീരുമാനമായിരിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുക എന്നതാണ് വളരെ സുപ്രധാനമായിട്ടുള്ളത്. കാരണം കെ സി വേണുഗോപാലിനെ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് 2 തെരഞ്ഞെടുപ്പിന് വഴിവെക്കും. വി ഡി സതീശൻ പക്ഷത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ എങ്ങനെ അവരെ സംതൃപ്തിപ്പെടുത്തുമെന്നടക്കമുള്ള വലിയ ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇതിനിടയിൽ രമേശ് ചെന്നിത്തലയും കൂടി നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയും ഒപ്പം തന്നെ മുതിർന്ന നേതാക്കന്മാരുടെ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് ആ ക്യാമ്പ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. അതൊരു വലിയ ആകാംക്ഷ നിറഞ്ഞൊരു കാര്യമാണ് മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ത്രികോണ മത്സരത്തിൽ ആര് ജയിക്കും, ആര് വാഴും, മാത്രമല്ല വി ഡി സതീശന് മുഖ്യമന്ത്രി പദം ലഭിച്ചില്ല എങ്കിൽ ക്യാബിനറ്റ് പദവി തന്നെ ഒഴിവാക്കും, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിലേക്ക് അടക്കം വരില്ല, മറ്റു പദവികളൊന്നും തന്നെ ഏറ്റെടുക്കില്ല എന്നൊരു ശക്തമായ നിലപാടടക്കം വി ഡി സതീശൻ എടുത്തു എന്നൊരു വിവരങ്ങളും കൂടി പുറത്തു വരുന്നുണ്ട്. അത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താകും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അടുത്ത തെരഞ്ഞെടുപ്പിലെ വിധി, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ തീരുമാനം എന്തായിരിക്കും എന്നത് വരും ദിവസങ്ങൾ തന്നെ വ്യക്തമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
റൈറ്റ്. എന്നാലും മുഖ്യമന്ത്രി ആക്കിയില്ല എങ്കിൽ ഒരു MLA മാത്രം തുടരാൻ മാത്രമാണ് ആഗ്രഹം എന്നുള്ള ഒരു സ്റ്റാൻഡാണ് VD സതീശൻ കൈക്കൊള്ളുന്നത്. അപ്പോൾ ഇത്രമാത്രം ഒരു തിളക്കമുള്ള ജയം സ്വന്തമാക്കിയ UDF കോൺഗ്രസിന് അത് എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ നേരിടാൻ കഴിയുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്താണെങ്കിലും ഇന്നലെ തന്നെ പലയിടങ്ങളിലും ഈ VD സതീശന് അനുകൂല പ്രകടനങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ടായി. പലയിടങ്ങളിലും ഫ്ലെക്സുകൾ വന്നിരുന്നു. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ ചേരുന്നുണ്ട്. ആജ്ഞ, ഗുഡ് മോർണിംഗ്. ഈ VD സതീശൻ അനുകൂല പ്രകടനങ്ങൾ അത് കൂടുതലും എറണാകുളം ജില്ലയിൽ തന്നെ പലയിടത്തും, അത് എറണാകുളത്ത് പറവൂരിൽ, മൂവാറ്റുപുഴയിൽ, ആയവന, അങ്ങനെ പലയിടങ്ങളിലായി നമ്മൾ കണ്ടു. VD സതീശന് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡാണ് അവിടെ പരസ്യമായി തന്നെ നടക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലെക്സുകൾ വെക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇന്നും അത് തുടരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് പ്രവർത്തകരുടെ ഒരു പൊതുവികാരം? എൽഡോ കഴിഞ്ഞ ദിവസം VD സതീശന്റെ ജന്മനാടായ നെട്ടൂരിലാണ് പ്രാദേശിക നേതാക്കൾ അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിലൊരു അനുകൂല പ്രകടനം നടത്തിയത്. VD സതീശൻ അനുകൂല പ്രകടനം നടത്തിയത് VDയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, പണിയെടുത്തവന് അതിനുള്ള കൂലി നൽകണം. ഈ കൊച്ചി മുഴുവൻ പിടിച്ചത്, അല്ലെങ്കിൽ കേരളം മുഴുവൻ പിടിച്ചത് VD സതീശൻ വർക്ക് ചെയ്തത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഹോംവർക്കിന്റെ ഭാഗമായിട്ടാണ് UDFന് ആളുകൾ വോട്ട് ചെയ്തത്. ജനവികാരത്തെ മാനിക്കണം. ജനവികാരം VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ്. അതല്ലാതെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്നുള്ളതല്ല. അതല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ നാഷണൽ ലീഡറായി തുടരുന്ന KC വേണുഗോപാൽ അല്ല മുഖ്യമന്ത്രിയാകേണ്ടത്. VD സതീശനാണ് മുഖ്യമന്ത്രിയാകേണ്ടത്. VD സതീശനെ കണ്ടുകൊണ്ടാണ് ആളുകൾ ഈ UDFന് വോട്ട് ചെയ്തത്, അതല്ലെങ്കിൽ LDFനെതിരെ വോട്ട് ചെയ്തത്. ഭരണവിരുദ്ധ വികാരം മാത്രമെന്ന് അതിനെ കണക്കാക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രാദേശിക നേതൃത്വം ഈ പ്രകടനത്തിലേക്ക് പോയത്. പ്രത്യേകിച്ചും പലരും അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മെമ്പർമാരായിരുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ പ്രാദേശിക നേതൃത്വമാണ് അതിന് ഈ പറയുന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇന്നും കീഴ്മാട്, ആലുവയിൽ കീഴ്മാട് അത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം വൈകുന്നേരം 5 മണിയോടുകൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിനിടയിൽ പലയിടത്തും ഫ്ലെക്സുകൾ ഉയരുന്നുണ്ട്. പലയിടത്തും ഇത്തരത്തിൽ ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നമുക്ക്, അതായത് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടല്ല ഇത്തരം അനുകൂല പ്രകടനങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ചും KPCC അത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ പ്രകടനങ്ങളോ ഉണ്ടാകരുത് എന്ന് KPCC നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക്, അതായത് മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ പരിചിതങ്ങളായ മുഖങ്ങളോ ഒന്നും ഈ പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നില്ല. VD സതീശൻ അനുകൂല പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നില്ല. പക്ഷേ അതായത് ഇന്നലെ ഇരിട്ടിയിൽ അത്തരം ഒരു പ്രകടനത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് വളരെ പെട്ടെന്നാണ്, അതായത് അധികം സമയം എടുക്കാതെ തന്നെയാണ് നെട്ടൂരിൽ ഇത്തരത്തിലൊരു പ്രകടനം സംഘടിപ്പിക്കുകയും അതിൽ കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യുകയും INTUCയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ അതിലേക്ക് ഭാഗമാവുകയും ചെയ്തു. എന്തായാലും കൊച്ചിയുടെ ഒരു ആവശ്യം കൂടുതലും VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് തന്നെയാണ് പലയിടങ്ങളിലും VD സതീശൻ. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം മുതൽ തന്നെ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പലയിടത്തും VD സതീശന് അനുകൂലമായി ഫ്ലെക്സുകൾ ഉയരുന്നുണ്ട്. VD നയിക്കും, മുഖ്യമന്ത്രി VD ആകണം എന്നുള്ള തരത്തിലുള്ള ഫ്ലെക്സുകൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ അത് അനുകൂല പ്രകടനങ്ങളുമായി മാറിയിരിക്കുകയാണ്. അതേസമയം VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ മറ്റ് ക്യാബിനറ്റ് മന്ത്രി പദങ്ങളിലേക്ക് താൻ പോകില്ല, MLA തന്നെ തുടരുമെന്നുള്ളൊരു പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ 3 പേരിൽ ആര് എന്നുള്ള ആശങ്ക അണികൾക്കുണ്ട് എന്ന് തന്നെ വേണം വ്യക്തമാക്കാൻ. അതിൽ VD അനുകൂല പ്രകടനങ്ങൾ കൊച്ചിയെ സംബന്ധിച്ചിട്ട് കൂടുതലാണ്. കൊച്ചി 14 മണ്ഡലങ്ങളും പിടിച്ചു. അത് നേരത്തെ VD സതീശൻ പല വാർത്താ സമ്മേളനങ്ങളിലും പറഞ്ഞതാണ്. 100-ലധികം സീറ്റും അതുപോലെ കൊച്ചിയിൽ എറണാകുളം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളും UDF പിടിച്ചെടുക്കുമെന്നുള്ളത് അതിനുവേണ്ടി താൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും ജയിച്ച ശേഷവും മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. ഇതുവരെ കേരളത്തിലുടനീളം ഉള്ളത് ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം കോൺഗ്രസിന്റെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം കൊണ്ടുകൂടിയാണ്, പ്രത്യേകിച്ച് VD സതീശൻ നയിച്ചിട്ടുള്ള പ്രവർത്തനം കൊണ്ടുകൂടിയാണ് ഇത്തവണ ഭരണം പിടിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ആവശ്യം ശക്തമാണ്. അതിന് വിവിധയിടങ്ങളിൽ നിന്നും ഇന്നും നമുക്ക്, എനിക്ക് തോന്നുന്നു, നിരവധി പ്രകടനങ്ങൾ പ്രതീക്ഷിക്കാം. ആലുവ കീഴ്മാട് പ്രതിഷേധം ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ലാതെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രകടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയുമാണ്. ഒരുപക്ഷെ ഫ്ലെക്സുകളും ഉയർന്നേക്കാം. എന്തായാലും KPCC
നേതൃത്വത്തിനെ മാനിക്കാതെ അല്ലെങ്കിൽ KPCC നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ മാനിക്കാതെ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതെന്നും ശ്രദ്ധേയമാണല്ലോ. ആജ്ഞ, ഈ മുഹമ്മദ് ഷിയാസ് DCC അധ്യക്ഷൻ എറണാകുളത്തെ, അപ്പോൾ മുഹമ്മദ് ഷിയാസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വളരെ ശക്തമായി VD സതീശന് വേണ്ടി എണ്ണം പറഞ്ഞു നിൽക്കുന്ന MLA-മാരിൽ ഒരാളാണ്. ഇപ്പോൾ ഷിയാസ് ജയിച്ച് MLA സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം. അപ്പോൾ ഈ എറണാകുളം DCCയിലെ ഒരു പൊതുവികാരം എന്താണ്? എറണാകുളത്തും ഇത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാണോ? എൽദോ, ഈ മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ, അതായത് നമുക്കറിയാം കൊച്ചിയിൽ KJ മാക്സിക്ക് ഉണ്ടായിരുന്ന ഹോൾഡ് അല്ലെ KJ മാക്സി പരാജയപ്പെടുമെന്ന് പോലും LDF ഒരു ഘട്ടത്തിലും കണക്ക് കൂട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ KJ മാക്സിയെ പോലും പരാജയപ്പെടുത്തിയിട്ടാണ് UDF ഇത്തവണ എറണാകുളം കൊച്ചി മണ്ഡലം പിടിച്ചെടുക്കുന്നത്. കൊച്ചി മണ്ഡലം പിടിച്ചെടുക്കുമ്പോൾ VD സതീശന്റെ ഇടപെടൽ പ്രത്യേകിച്ചും അതിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ലത്തീൻ സഭ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ മുസ്ലിം കാൻഡിഡേറ്റ് ആയിരുന്ന ഒരു സാഹചര്യം. അങ്ങനെ സാമുദായിക സമവാക്യങ്ങൾ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് VD സതീശൻ അതിൽ ഇടപെട്ടു എന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ് കൊച്ചിയിലുള്ളതും. എറണാകുളത്തിൽ മൊത്തത്തിൽ, അതായത് ഈ സിറ്റിംഗ് MLA-മാരല്ലാതെ സിറ്റിംഗ് സീറ്റ് 9 സീറ്റുകളല്ലാതെ ബാക്കി 5 സീറ്റുകളും പിടിച്ചെടുത്തതിൽ VD സതീശന്റെ ഹാർഡ് വർക്ക് ഉണ്ട്, അതിലേക്ക് അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ ഉണ്ട് എന്നുള്ള നിലപാട് തന്നെയാണ് എറണാകുളത്തിനുള്ളത്. എറണാകുളത്തിലെ DCC അംഗങ്ങൾ കൂടുതൽ VD സതീശനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് അഭിപ്രായം നമ്മളോട് രേഖപ്പെടുത്തിയത്. പക്ഷേ പരസ്യമായി പറയാൻ തയ്യാറല്ല. എന്നിരുന്നാൽ പോലും DCCയിൽ കൂടുതലും പിന്തുണ VD സതീശന് അനുകൂലമാണ്. ഒട്ടുമിക്ക ആളുകളും, കൂടുതലും എന്ന് പറയുന്നതിനേക്കാൾ ഭൂരിഭാഗവും എന്ന് പറയുന്നതിനേക്കാൾ ഏറെ പൂർണ്ണമായും DCC VD സതീശനൊപ്പം നിൽക്കുന്നു എന്ന് വേണം പറയാൻ. അതേസമയം തന്നെ മുഖ്യമന്ത്രിയാകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ VD സതീശന്റെ മുൻ പരിചയം അല്ലെങ്കിൽ ഇതുവരെയും ഒരു മന്ത്രിസ്ഥാനത്തേക്ക് വരാത്ത ആളെന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും VD സതീശൻ അതൊരു മാനദണ്ഡമാണോ എന്ന് ദേശീയ ചാനലുകൾക്ക് അല്ല ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ, അതായത് മുൻപ് മന്ത്രിസ്ഥാനം അലങ്കരിച്ചിരുന്നില്ല അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്തിരുന്നില്ല, അതൊരു മാനദണ്ഡമാണോ? അതായിരിക്കരുത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള മാനദണ്ഡമെന്ന് സതീശൻ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട്. എന്തായാലും VD അനുകൂല പ്രകടനങ്ങൾ, അതുപോലെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള മൊത്തത്തിൽ എറണാകുളത്തിന് തന്നെ ആവശ്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളത്തിന് മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുന്നോട്ട് DCC മുന്നോട്ട് വെച്ചിട്ടുള്ള ആഗ്രഹങ്ങളിൽ അവരുടെ പ്രതീക്ഷകളിലൊന്ന് അതുതന്നെയാണ്. എന്തായാലും എറണാകുളം ജില്ല VD സതീശനൊപ്പം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് VD അനുകൂല പ്രകടനങ്ങൾ അതിന്നും തുടരാനുള്ള സാധ്യതയാണ് ആജ്ഞ പറയുന്നത്. ഇനി തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ സർക്കാർ രൂപീകരിക്കാനാകാതെ വിജയുടെ പാർട്ടി TVK കേവല ഭൂരിപക്ഷം തെളിയിച്ച ശേഷമേ സർക്കാർ രൂപീകരിക്കാൻ കഴിയൂ എന്നുള്ള നിലപാടിലാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. 118 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. DMK AIDMK സഖ്യസാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകളും ഇതിനിടയിൽ ഉയരുന്നുണ്ട്. വിനോദ് വിവരങ്ങൾ നൽകും. വിനോദ്, ഗുഡ് മോർണിംഗ്. ഈ തമിഴ്നാട്ടിലെ സാഹചര്യം അത് വേറൊരു സാഹചര്യമാണ്. നമ്മുടെ തൊട്ടടുത്ത് അവിടെ വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള വിവരങ്ങൾക്കിടെയാണ് ഇപ്പോൾ EPS മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നുള്ള തരത്തിൽ, അതായത് ദ്രാവിഡ കക്ഷികളുടെ ഒരു സമവായ സാധ്യതയെ പറ്റിയൊക്കെ വിവരങ്ങൾ വരുന്നു. എങ്ങനെയാണ് ഇന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇന്നൊരു തീരുമാനമുണ്ടാകുമോ? എൽദോ, വളരെ നാടകീയമായ സംഭവങ്ങൾക്ക് ഒരുപക്ഷെ തമിഴ്നാട് സാക്ഷ്യം വഹിക്കും. ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ ട്വിസ്റ്റുകൾ ഉണ്ടാകും. ഒരുപക്ഷെ നമ്മൾ ഈ തട്ടുപൊളിപ്പൻ തമിഴ് സിനിമകളുടെ ഒരു കഥ പറയുന്നത് പോലെ തന്നെ അവസാന നിമിഷത്തിൽ എന്ത് സംഭവിക്കും എന്നത് സംബന്ധിച്ചുള്ള വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം എന്നതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷി TVK-യാണ്. 108 സീറ്റുകളിലാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. 118 സീറ്റുകളാണ് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായുള്ളത്. കഴിഞ്ഞ ദിവസവും 2 തവണ ഗവർണറെ വിജയ് കണ്ടിരുന്നു. പക്ഷേ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇതുവരെ സർക്കാർ രൂപീകരിക്കുന്നതിന് അനുകൂലമായ ഒരു തീരുമാനമെടുത്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഫ്ലോർ ടെസ്റ്റിന് മുൻപ് തന്നെ അംഗബലം കാണിക്കണം എന്നൊരു ഉറച്ച നിലപാടിൽ ഗവർണർ നിൽക്കുകയാണ്. 2 ആഴ്ചത്തെ സമയമാണ് വിജയ് ചോദിച്ചിട്ടുള്ളത്. സർക്കാർ രൂപീകരിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ കേവല ഭൂരിപക്ഷം വ്യക്തമാക്കാം,
തെളിയിക്കാം എന്ന കാര്യം വിജയ് പറഞ്ഞെങ്കിലും ഗവർണർ അതിന് അനുകൂലമായി ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. കാരണം നമുക്ക് മനസ്സിലാകുന്നത് ഈ 108 അംഗങ്ങൾ വിജയുടെ പാർട്ടിക്കുണ്ട്. അതിന് പുറമെ 5 കോൺഗ്രസ് അംഗങ്ങൾ കൂടി പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസ് അംഗങ്ങളുടെ പട്ടിക കൂടി വെച്ചാണ് ഗവർണർക്ക് സർക്കാർ രൂപീകരണത്തിനുള്ള അപേക്ഷ നൽകിയത്. ഈ കോൺഗ്രസ് അംഗങ്ങളെ ഉൾപ്പെടുത്തിയതിൽ ഗവർണർക്ക് വിയോജിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സഖ്യ സർക്കാരാണ്, അങ്ങനെയെങ്കിൽ പൂർണ്ണമായ ഭൂരിപക്ഷം തെളിയിച്ചുകൊണ്ട് സർക്കാർ രൂപീകരിക്കാം എന്ന നിലപാടിലേക്ക് ഗവർണർ പോവുകയായിരുന്നു. കാര്യങ്ങൾ സുപ്രീം കോടതിയിലേക്കും നീങ്ങുകയാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കും. വിജയ് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന് അവിടെയുള്ള മറ്റ് ചെറുകക്ഷികളുടെ നിലപാടാണ്. അതിൽ CPM-ന് 2 സീറ്റുണ്ട്, CPI-ക്ക് 2 സീറ്റുണ്ട്, VCK എന്ന മറ്റൊരു പാർട്ടിക്ക് 2 സീറ്റുകളുണ്ട്. ഈ പാർട്ടികൾ ഇന്ന് നിലപാട് വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം തന്നെ നേതൃത്വങ്ങൾ വിജയ്ക്ക് അനുകൂലമായ പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇതുവരെ അവർ മനസ്സ് തുറന്നിട്ടില്ല ആർക്ക് പിന്തുണ നൽകുമെന്നത്. പക്ഷേ അവിടെയും തീരുന്നില്ല. മറ്റ് ഒരു സാധ്യത വരുന്നത് DMK-യും AIADMK-യും സഖ്യത്തിലേക്ക് പോകും. അതായത് ചിരവൈരികളായ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എക്കാലവും കീരിയും പാമ്പുമായിരുന്ന 2 പാർട്ടികൾ അവർ സഖ്യത്തിലേക്ക് പോകും എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് DMK AIADMK സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണച്ചേക്കും എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അവിടെ MK സ്റ്റാലിൻ ആദ്യം അങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നില്ലെങ്കിൽ പോലും രണ്ടാം നിര നേതാക്കളുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് മേൽ വലിയ സമ്മർദ്ദം വരികയായിരുന്നു. ഏതായിരുന്നാലും ചെന്നൈയിൽ 10-ാം തീയതി വരെ തുടരണമെന്ന നിർദ്ദേശമാണ് DMK MLA-മാർക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരമൊരു സഖ്യസാധ്യത തള്ളിക്കളയാൻ കഴിയില്ല തമിഴ്നാട് ചരിത്രത്തിൽ തന്നെ. എങ്കിൽ അതൊരു വേറിട്ട കാഴ്ചയായി മാറുകയും ചെയ്യുമെന്തോ. റൈറ്റ്, വിനോദാണ് വിവരങ്ങൾ നൽകിയ. തമിഴ്നാട്ടിലും സാഹചര്യങ്ങൾ അത് നാടകീയമാണ്. എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതിൽ ഇനിയും വ്യക്തതയില്ല. വല്ലാത്ത തരത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. TVK-ക്കാണെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുന്നില്ല. ഗവർണർ രാജേന്ദ്ര അർലേക്കർ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു. കൃത്യമായിട്ടുള്ള കണക്കുമായി വന്നില്ലെങ്കിൽ സാധിക്കില്ല എന്ന് തന്നെ. അപ്പോൾ അതിനിടയിലാണ് AIADMK DMK ഒരു ചർച്ചയൊക്കെ നടക്കുന്നത്. ഇനി പശ്ചിമ ബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ അത് നാളെ നടക്കും. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുമെന്നാണ് നൽകുന്ന വിവരം. മമതാ ബാനർജി രാജിവെക്കാൻ കൂട്ടാക്കാത്തതിന് പിന്നാലെ ഗവർണർ RN രവി ബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടിരുന്നു. വിനോദ് തന്നെ തുടരുന്നുണ്ട്. വിനോദ്, ഇനി ബംഗാളിൽ രാജിവെക്കില്ല എന്നുള്ള നിലപാടിൽ നിൽക്കുകയായിരുന്നല്ലോ. അവിടെയാണ് അപ്പോൾ ഗവർണർ ബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് പുതിയ സർക്കാരിനുള്ള വഴി തെളിയിക്കുന്നത് തൻ്റെ ഭരണഘടനാ അധികാരം ഉപയോഗിച്ച്. ഇന്ന് അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തുന്നില്ലേ? എന്താണ് വിവരങ്ങൾ? എപ്പോഴാണ് അമിത്ഷായും മറ്റ് BJP-യുടെ പ്രധാന നേതാക്കളും എത്തുന്നത്? എൽദോ, നാളെ രാവിലെ 10 മണിക്കാണ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇത് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ, ചരിത്ര പ്രസിദ്ധമായ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ വലിയ തർക്കം നടക്കുന്നുണ്ട് ആര് മുഖ്യമന്ത്രിയാകണമെന്നത്. തമിഴ്നാട്ടിലാകട്ടെ ഏത് സർക്കാർ വരുമെന്നതിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. പക്ഷേ ബംഗാളിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പവുമില്ല. 294 അംഗ നിയമസഭയിൽ മൃഗീയ ഭൂരിപക്ഷവുമായാണ് BJP അധികാരത്തിലെത്തിയിട്ടുള്ളത്. നേരത്തെ സർക്കാർ ഉണ്ടാക്കിയ തൃണമൂൽ കോൺഗ്രസിന് 80 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. മമതാ ബാനർജി ആകട്ടെ രാജിവെക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ജനാധിപത്യത്തെ അട്ടിമറിച്ച് BJP നേടിയ വിജയമാണ്. അതുകൊണ്ട് തന്നെ ധാർമ്മികമായി താനാണ് വിജയിച്ചത്, അതുകൊണ്ട് രാജിവെക്കുന്നില്ല എന്നൊരു നിലപാടിലായിരുന്നു. അതെല്ലാം സാങ്കേതികത്വമാണ്. ഗവർണർ ആകട്ടെ കഴിഞ്ഞ ദിവസം തന്നെ സർക്കാരിനെ പിരിച്ചുവിടുകയും ചെയ്തു. നാളെ ഈ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ സുവേന്ദു അധികാരി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്ന തരത്തിലുള്ള സൂചനകളാണ്. പൂർണ്ണമായും ആ തരത്തിൽ തന്നെയാണ്, ഒറ്റ പേരിലേക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അമിത്ഷാ ഇന്ന് തന്നെ ബംഗാളിലുണ്ട്. അവിടെ ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. സുവേന്ദു അധികാരി തന്നെ മുഖ്യമന്ത്രിയായി വരും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട സൂചനയായി വരുന്നത്. മമതാ ബാനർജിയോട് ഏറ്റുമുട്ടി വലിയ വിജയം നേടി വന്ന ഒരു നേതാവാണ്. BJP സംബന്ധിച്ച് അവിടെ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്ത നേതാവാണ്. അതുകൊണ്ട് തന്നെ ആ പേരിൽ നിന്ന് മറ്റൊരു പേരിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം മാറുക അത്ര കണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. ഈ ഒരു പേരിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം പശ്ചിമ ബംഗാളിൽ വ്യാപകമായ അക്രമങ്ങൾ നടക്കുകയാണ്. സുവേന്ദു അധികാരിയുടെ സ്റ്റാഫിനെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹം കാറിൽ സഞ്ചരിക്കുമ്പോൾ ബൈക്കിലെത്തിയ സംഘമാണ് വെടിവെച്ച് കൊന്നത്. തൃണമൂൽ കോൺഗ്രസ്സാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന ആരോപണം BJP നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ
തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. SIR-മായി ബന്ധപ്പെട്ട ആരോപണം ഒരു വശത്ത് കോൺഗ്രസ് കൂടി ഉന്നയിക്കുന്നു. തൃണമൂലിനെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശമുണ്ടായത്. അതായത് തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതാണ്, വോട്ടുകൾ എടുത്തു കളഞ്ഞതാണ്, അങ്ങനെ വളഞ്ഞ വഴിയിലൂടെയാണ് BJP അധികാരത്തിലെത്തിയത്. ബംഗാളിൽ നടന്നത് മറ്റ് പല സംസ്ഥാനങ്ങളിലും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നൊരു പരാമർശമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായിരുന്നാലും BJP ചരിത്രത്തിലാദ്യമായി പശ്ചിമ ബംഗാളിൽ സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ്. നാളെ സത്യപ്രതിജ്ഞ നടക്കും. എൽദോ വിനോദ്, ഈ അഖിലേഷ് യാദവ് ഉൾപ്പെടെ എത്തി ദീദി തോറ്റിട്ടില്ല, ദീദിക്ക് പൂർണ്ണ പിന്തുണ എന്നൊക്കെ പിന്തുണ നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിനിടയിൽ വലിയ തോതിൽ ബംഗാൾ കത്തുന്നത് പോലെ, അതായത് സുവേന്ദുവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ വെടിവെച്ച് കൊല്ലുന്നു, സ്കോർപ്പിയോയിൽ പോകുമ്പോൾ കാറ് വട്ടമെത്തി വെടിവെക്കുന്ന അതിദാരുണമായിട്ടുള്ള സംഭവം. വലിയ സംഘർഷ ഭരിതമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടിയാണ് ബംഗാൾ കടന്നു പോകുന്നത്. ഇതിനിടയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ എന്താണ്? ഈ മമതാ ബാനർജിക്ക് ഇപ്പോൾ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവരൊക്കെ അവിടെ എത്തി, ബംഗാളിലെത്തി പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മമത ഇനി എന്ത് നിലപാടെടുക്കുമെന്നാണ് കരുതേണ്ടത്? എൽദോ, ഇപ്പോൾ BJPക്ക് സത്യത്തിൽ അവിടെ ഒരു ശക്തരായ എതിരാളി ഇല്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. 80 സീറ്റുകളിലേക്ക് തൃണമൂൽ കോൺഗ്രസ് ചുരുങ്ങുന്നു. ഒരു 35 വർഷത്തോളം ബംഗാൾ അടക്കി ഭരിച്ചിരുന്ന CPM-ന് ലഭിച്ചിരിക്കുന്നത് ഒരു സീറ്റാണ്. കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നു. ഇത്തവണ കിട്ടിയത് ഒരു സീറ്റാണ്. കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത് ഒരു സീറ്റാണ്. അങ്ങനെ എതിരാളികളില്ല, അല്ലെങ്കിൽ എതിർക്കാൻ വലിയ ശക്തിയില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയെയാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് പരിപൂർണമായി BJPക്ക് 209 സീറ്റുകളെന്ന് പറയുമ്പോൾ 294 അംഗ നിയമസഭയിലാണ് ഇത്രയും സീറ്റുകൾ കിട്ടുന്നതെന്ന് നമ്മൾ ഓർക്കണം. അത്രയും ശക്തമായ ഒരു പാർട്ടിയായി BJP അവിടെ മാറുന്നു. ഒരു പക്ഷേ ഇനി BJPയിൽ നിന്ന് പശ്ചിമ ബംഗാൾ തിരിച്ചു പിടിക്കുക എന്നത് ഓരോ പാർട്ടിക്കും എത്ര കണ്ട് ബുദ്ധിമുട്ടുള്ളതാണ്. ബാലികേറ മലയായി ബംഗാൾ മാറുന്നു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് വിജയത്തെ അട്ടിമറി വിജയം എന്ന നിലയ്ക്കാണ് പ്രതിപക്ഷ നിര വിശേഷിപ്പിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് തോൽക്കുമ്പോൾ അവർക്ക് പിന്തുണയുമായി വരുന്നതിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നത് തന്നെയാണ് BJP അവിടെ വരുന്നതിനെ എത്രമാത്രം ശക്തിയോടെ മറ്റ് പാർട്ടികൾ എതിർക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തവും തെളിവുമായി മാറുന്നത്. അവിടെ 90 ലക്ഷം വോട്ടുകളാണ് SIR വന്നതോടുകൂടി പുറത്തുപോയത്. പല മണ്ഡലങ്ങളിലും പുറത്തുപോയ അല്ലെങ്കിൽ ഈ ഒഴിവാക്കപ്പെട്ട വോട്ടുകളെക്കാൾ താഴെയാണ് BJPക്ക് ലഭിച്ച ഭൂരിപക്ഷം. അതായത് SIR എത്രമാത്രം ബാധിച്ചു എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. അവിടെ BJPയുടെ അംഗങ്ങൾ ജയിച്ചു വന്നത് ഓരോ മണ്ഡലത്തിലും അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകളെക്കാൾ താഴെയുള്ള ഭൂരിപക്ഷത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 90 ലക്ഷം പേർ പുറത്തു പോകുമ്പോൾ എത്രമാത്രം ഒരു തിരഞ്ഞെടുപ്പ് മാറി മറിയുന്നു എന്നത്. പക്ഷേ ഈ ആളുകളെ ഒഴിവാക്കിയത് നീതിയുക്തമായല്ല, അവിടെ ഒരു അട്ടിമറി ഉണ്ടായിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് ബംഗാൾ പിടിക്കുന്നതിന് വേണ്ടി BJP നടത്തിയ ഒരു ചതിപ്രയോഗമാണ് SIR, അല്ലെങ്കിൽ വളഞ്ഞ വഴിയാണ്, കുതന്ത്രമാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇത് പ്രതിപക്ഷ നിര ഒന്നാകെ കാണുന്നതും പ്രചരിപ്പിക്കുന്നതും, അവർ ഈ വിജയത്തെ പ്രതിരോധിക്കുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചാകട്ടെ പശ്ചിമ ബംഗാളിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പതിറ്റാണ്ടുകൾ ഭരിച്ച നാട്, അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ് 15 വർഷം ഭരിച്ച നാട്, ആ നാട്ടിലാണ് മൃഗീയമായ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിലെത്തുന്നത്, നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്തോ റൈറ്റ്, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ബംഗാളിലും സ്ഥിതി സങ്കീർണമാണ്, സംഘർഷഭരിതമാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരിക്കാം. എന്നാണ് BJP സർക്കാർ നാളെ അധികാരത്തിലേക്ക് ഇടവേള. റിവോൾവർ റിംഗോ ഇന്ന് തിയേറ്ററുകളിലെത്തുകയാണ്. നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമ്മോടൊപ്പം അല്പസമയത്തിനകം തന്നെ തത്സമയം ചേരും. എന്തായാലും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഒരുപാട് ചിത്രങ്ങൾ റിലീസാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് റിവോൾവർ റിംഗോയിലൂടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വളരെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് രാവിലെ എന്നാണ്. എങ്ങനെയാണ് വിഷ്ണു, വെള്ളിയാഴ്ചയാണ്, റിലീസിംഗ് ഡേ ആണ്, വിഷ്ണുവിന് എങ്ങനെ ടെൻഷൻ രാവിലെയാണോ? ഇല്ല, ടെൻഷനൊന്നുമില്ല. ഇത് റിവോൾവർ റിംഗ് കുട്ടികളുടെ ഒരു സിനിമയാണ്. ഒരു വെക്കേഷന് കുട്ടികൾ ഒത്തുകൂടുന്ന അങ്ങനെ ഒരു പരിപാടി. അപ്പൊ എനിക്ക് ഇതിന്റെ കഥ കേട്ടപ്പോ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തൊരു സിനിമയാണ്. അപ്പൊ അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ക്യൂട്ട് സിനിമയാണ്. അപ്പൊ അതെന്തായാലും ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്.
ഓക്കെ. ഈ ഈ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോഴേ അതിൽ എന്താ പറയുക, വലിയൊരു രസകരമായിട്ടുള്ള ത്രെഡ് ഉണ്ട്. അതായത് ഒരു ഹിറ്റായിട്ടുള്ള സിനിമ, ആ സിനിമയുടെ റീമേക്കിങ്ങിന് ശ്രമിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ, അവർക്ക് വലിയ ധാരണയൊന്നുമില്ല സിനിമയെ പറ്റി, എങ്ങനെ സിനിമ ചെയ്യണമെന്നൊക്കെ. പക്ഷേ അവിടെ സഹായിക്കാനായി ഇതാ എത്തുകയാണ്. എന്താണ് വിഷ്ണുവിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്? ഇതിൻ്റെ ഒരു ഒഴുക്ക് എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് സമയത്തൊക്കെ? എൻ്റെ ക്യാരക്ടർ പ്രിയേഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ഇയാൾ ഈ 2000-ന്റെ തുടക്കങ്ങളിലൊക്കെ കുറെ ആൽബങ്ങളും മലബാർ സൈഡിൽ ഹോം സിനിമാസ് ഒക്കെ ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു സമയമുണ്ടല്ലോ. അതെ. ആ സമയത്ത് കുറച്ച് ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ എന്റെ പെങ്ങടെ മോനായിട്ടാണ് ശ്രീപദ് അഭിനയിക്കുന്നത്. അപ്പൊ അവൻ വന്നിങ്ങനെ നിർബന്ധിച്ച് മാമനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മിന്നൽ മുരളിയുടെ അഡാപ്റ്റേഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വരണതും. അപ്പൊ ഈ പഴയ സിനിമാ മോഹമൊക്കെ ഉള്ളിൽ കിടക്കണോണ്ട് പിള്ളേരുടെ കൂടെ അതൊന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അതായത് ഈ സംവിധായകൻ കിരൺ പറഞ്ഞ് കേട്ടിരുന്നു, അതായത് ഇന്ത്യാന ജോൺസിൻ്റെ ഒരു റീമേക്ക് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു റീമേക്ക് കുട്ടികളായിട്ട് 10-12 വയസ്സുള്ള പിള്ളേർ ഏതാണ്ട് 6-7 വർഷം എടുത്ത് റീക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്ററി ഒക്കെ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ചിത്രത്തിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞു. അത് നമ്മൾ എടുത്തത് മിന്നൽ മുരളിയാണ്, കേരളത്തിലെ ഇറങ്ങിയ ഒരു സൂപ്പർ ഹീറോ ചിത്രങ്ങളിൽ, അപൂർവ ചിത്രങ്ങളിൽ ഒന്ന്. അപ്പോൾ എന്താണ് മിന്നൽ മുരളി എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാനുള്ള സാഹചര്യം പോലും? നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും അടുത്തറിയുന്ന, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമയാണല്ലോ മിന്നൽ മുരളി. അതെ, നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക്. അപ്പൊ അത് എന്തുകൊണ്ട് മിന്നൽ മുരളി എന്നുള്ളതിനുള്ള ഒരു ഉത്തരവും സിനിമയിലുണ്ട് കേട്ടോ. അപ്പൊ അതിലെന്തോ ഉണ്ട്. അതിലുണ്ട്, അതിനൊരു ട്രാക്ക് ഉണ്ട്, ഒരു കഥയുണ്ടല്ലേ? ഓക്കെ. ഇനി ഇത് കുട്ടികളുടെ മാത്രം സിനിമയാണോ? അതായത് എല്ലാ ഫാമിലിക്ക് ഫുൾ പോയാൽ ആസ്വദിക്കാൻ പറ്റുന്നതാണോ, അതോ കുട്ടികളുടെ ഒരു നിർബന്ധത്തിൽ പോയി കാണുന്ന സിനിമയാണോ? അങ്ങനല്ല, കുട്ടികളുടെ കഥ പറഞ്ഞു തുടങ്ങുന്ന ഒരു സിനിമയാണ്. കുട്ടികളെ വെച്ചിട്ട് ഈ സിനിമ ചെയ്യുന്നതിന്റെ, പക്ഷെ ഇത് ഒരു ഫാമിലി ഇമോഷൻസ് പറയുന്ന, കുടുംബത്തിലെ ബന്ധങ്ങളുടെ കഥയൊക്കെ പറയുന്ന ഒരു നന്മയുള്ള ഒരു നാട്ടുമ്പുറത്തെ ഒരു സിനിമ, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഈ വിഷ്ണുവിന്റെ കുട്ടിക്കാലമൊക്കെ ഈ ചിത്രീകരണത്തിനിടയിൽ ഓർമ്മ വന്നോ? എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണുവിന് ചെറുപ്പകാലത്തിൽ ഈ സിനിമാ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം ആലോചനകളോ ഇത്തരം ഇഷ്ടങ്ങളും ക്രൈസുകളും ഒക്കെ ഉണ്ടായിരുന്നു? സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, ഇപ്പോഴത്തെ എന്റെ ചൈൽഡ്ഹുഡായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ അറിവാണെങ്കിലും അവർക്കുള്ള അതിനെക്കുറിച്ചും ഈ സിനിമയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതായത് ഇതിൽ എന്റെ ക്യാരക്ടറിന്റെ ചെറുപ്പകാലത്തെ വെച്ച് നോക്കുമ്പോൾ ഈ ഇപ്പോഴത്തെ പിള്ളേരുടെ ചെറുപ്പകാലം ഇവർക്ക് കിട്ടുന്ന ആക്സസ് ഇൻഫർമേഷൻസിലേക്കുള്ള അത് ഭയങ്കര വലുതാണെന്ന് കാണിക്കുന്ന പരിപാടികളും ഉണ്ട് ഈ സിനിമയിൽ. അതെ, ഉറപ്പായിട്ടും. ഇനി മറ്റൊന്ന്, ഈ ഒരു കുട്ടിപ്പട്ടാളത്തിന്റെ ഒരു ഒപ്പമായിരുന്നിരിക്കുമല്ലോ ഈ ലൊക്കേഷൻ സമയത്ത് ഫുള്ള് സഞ്ചാരമൊക്കെ, അതെങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു? അത് പൊളിയായിരുന്നു. ഇപ്പൊ ഈ നമ്മളൊക്കെ കുറെ വർഷമായിട്ട് സിനിമയിലുണ്ട്. അപ്പൊ ഇവരുടെ ഇതൊക്കെ എന്തെങ്കിലും പഠിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഈ കുട്ടികൾ വന്നേക്കണെന്നൊക്കെ നമ്മളടുത്ത് പറഞ്ഞെങ്കിലും പിള്ളേരുടെ നിന്നാണ് നമ്മളൊക്കെ പഠിച്ചത് പല കാര്യങ്ങളും. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ ഒരു ആക്ഷൻ പറഞ്ഞാൽ അവരും സ്പോണ്ടേനിയസ് ആയിട്ട് വരും തോന്നുന്നില്ല. ഈ ക്യാമറ ഫിയറോ അല്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ ഒരു ജനിക്കുമ്പോ തുടങ്ങി കാണുന്നല്ലേ ക്യാമറ. നമ്മളെ എപ്പോഴാ ക്യാമറ നോക്കിയാ. അപ്പോ പിന്നെ ഇവര് യൂണോ കാർഡ്സ് ഒക്കെ കളിക്കാൻ നമ്മൾ പഠിപ്പിച്ചു. ഗ്യാപ്പിലൊക്കെ ഞങ്ങള് യൂണോ കാർഡ്സ് കളിയൊക്കെയാണ്. ഓക്കെ. ഇനി ഈ സിനിമയിൽ ഉറപ്പായിട്ടും നിങ്ങൾ കാണണം എന്ന് വിഷ്ണു പറയാനുള്ള ഒരു കാരണം എന്തായിരിക്കും പ്രേക്ഷകരോട്? ഞാൻ ഉറപ്പായിട്ടും കാണണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇതൊരു രസമുള്ള സിനിമയാണ്. എനിക്ക് ഫീൽ ചെയ്തത് മറ്റേ പണ്ട് നമ്മൾ മാനുവങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. അപ്പൊ അതിലൊക്കെ ഉള്ളൊരു വൈബ് ഉണ്ടല്ലോ, മീൻസ് കുട്ടികളൊക്കെ കൂടി ഒത്തുചേർന്ന് അവര് എല്ലാരും കൂടി വെക്കേഷൻ സമയത്ത് ഒരു പരിപാടിയായിട്ട് ഇറങ്ങുന്നതും, അപ്പൊ നമുക്ക് അതിന്റെ കൂടെ നിൽക്കാൻ തോന്നും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതിലങ്ങനെ പിള്ളേരൊക്കെ കൂടിയിട്ട് ഒരു പരിപാടിയായിട്ട് നടക്കുന്നതും അതിന് പക്ഷെ ഒരുപാട് തടസ്സങ്ങളാണ്. ഇത് ചെയ്തെടുക്കാൻ പറ്റാത്തതിന്റെ ഓരോ ബുദ്ധിമുട്ടുകള്, ഫാമിലിയിലെ പ്രശ്നങ്ങള്, ഇതൊക്കെ കൂടി രസമായിട്ട് പോകുന്നൊരു കഥയാണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാലും
നമുക്ക് മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. രഞ്ജിന്റെ നല്ല മനോഹരമായ 2 പാട്ടുകളുണ്ട്, കൈതപ്രം തിരുമേനിയാണ് എഴുതിയിട്ടുള്ളത്. പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല എന്താ പറയാ, വളരെ ഇഷ്ടം തോന്നും ഈ സിനിമയോട്. ഈ റിവോൾവർ റിംഗോ എന്നുള്ള ആ പേര് അത് എവിടെ നിന്നാണ്? അത് എനിക്ക് പഴയ ഒരു കോമിക് നെയിമാണോ? അതെ അതെ അതെ, ആ, മലയാളത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇരുമ്പ് കൈ മായാവി, CID മൂസ, റിവോൾവർ റിംഗോ, ഇതൊക്കെ പണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു 80 കാലഘട്ടത്തിലുള്ള ഒരു കോമിക്സിന്റെ ക്യാരക്ടേഴ്സാണ്. അപ്പോ അതിൽ നിന്ന് എടുത്തതാണ് ആ പേരെന്നാണ് കിരൺ പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. ഇനി ഞാൻ ചോദിക്കട്ടെ, 2016 എനിക്ക് തോന്നുന്നു കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എത്തുന്നു. അപ്പോൾ അതെ, അതെ. ഈ നായകനൊക്കെ ആയി എത്തി, ഇപ്പോൾ സിനിമയിൽ ഏതാണ്ട് അതായത് സ്ക്രീനിന് മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ 10 വർഷങ്ങളാകുവാണ്. ഈ 10 വർഷത്തെ ഒരു അനുഭവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ട് ഈ അവസാനത്തെ 10 വർഷം എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണുവിന്? അടിപൊളിയല്ലേ. നമ്മള് കുഞ്ഞുനാളില് ആഗ്രഹിച്ച ഒരു എന്താ പറയാ, സ്വപ്നം കണ്ട ഒരു സ്പേസിലേക്ക് നമ്മൾ എത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നമ്മള് പുറകിലേക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടിയതെല്ലാം ബോണസാണ്, കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം ബോണസാണ്. അതെ അതെ, ഉറപ്പായിട്ടും അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഈ സിനിമയുടെ സംവിധായകൻ കിരണിൻ്റെ ഒപ്പമുള്ള ആ വർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലൊക്കേഷൻ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ പറഞ്ഞ പോലെ കുട്ടി വൈവായിട്ട് പോവുകയായിരുന്നോ അതോ വളരെ ഗൗരവത്തിലാണോ കിരൺ ഇടപെടുക? ഇല്ലില്ല, പിള്ളേരെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇത് എഴുതാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രസമായിരുന്നു ലൊക്കേഷനിൽ. പിന്നെ നമ്മുടെ പാഷാണം ഷാജിയായിട്ട് ഉള്ള സാജു ചേട്ടനുണ്ട് പടത്തില്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. ഉൾപ്പെടെ ഒരുപാട് വലിയ നിരയുണ്ട് അല്ലേ? അതെ അതെ അതെ, ലാൽചാനുണ്ട്, വിജിലേഷ് ഉണ്ട്, പിന്നെ അഞ്ജലി ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നല്ല രസമായിരുന്നു ലൊക്കേഷനിൽ. ഞാൻ കോഴിക്കോടായിരുന്നു ഷൂട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പല പല സ്ഥലത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ പോയി. അതെ അതെ അതെ, നമ്മുടെ ഡയറക്ടർ കിരൺ ഭയങ്കര ഫുഡിയാണ്. ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് കളിയൊക്കെ ചെയ്യുന്നു ലൊക്കേഷനിൽ. നമ്മൾ ഇന്ന് ഷൂട്ട് ലൈറ്റ് പോണതിന് മുമ്പ് ആ ഷോട്ട് എടുക്കുക എന്നുള്ള ടെൻഷനും കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിലായിരിക്കും കിരൺ പറയണത്, നമ്മളാ രാവിലെ പത്തല് കഴിച്ച ഹോട്ടലിൽ നിന്ന് 2 പത്തല് പാഴ്സൽ മേടിപ്പിക്കാറുണ്ട്. പത്തൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ മറ്റേ വടി ആ സാധനം അല്ല, കോഴിക്കോട് പത്തൽ എന്ന് പറഞ്ഞാൽ മറ്റേ ആ ഒരു, അതെ അതെ അതെ. അപ്പൊ നമ്മൾ പത്തല് വാങ്ങിക്കാലോ. മര്യാദക്ക് അഭിനയിക്കാത്തോണ്ട് നല്ല അടി തരാൻ വേണ്ടിയാണെന്ന് വിചാരിക്കും. ഓക്കെ, എങ്ങനെയാണ് വിഷ്ണുവിൻ്റെ ഒക്കെ ഒരു വെക്കേഷൻ സമയം? എങ്ങനെ ഈ വെക്കേഷൻ സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുന്ന സമയമാണ് ഇപ്പോൾ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ പോലെ ഈ പറമ്പിലൊക്കെ നടന്ന് അല്ലെങ്കിൽ ക്രിക്കറ്റ് മടൽ വെട്ടി ക്രിക്കറ്റ് കളിക്കുക ആ പരിപാടിയൊന്നും ഇല്ല എങ്കിൽ പോലും വിഷ്ണു ഓർത്തെടുക്കുന്ന ഒരു സമ്മർ വെക്കേഷൻ എന്താണ് വിഷ്ണു? ഞാൻ ചെറുപ്പത്തില് വെക്കേഷൻ ആയാലും നേരെ അമ്മാവന്റെ വീട്ടിലൊക്കെ പോകും. പിന്നെ കുറച്ച് ദിവസം അവിടെ ആയിരിക്കും. എനിക്ക് 3 അമ്മാവന്മാരാണ്. അപ്പൊ മാറി മാറി എല്ലായിടത്തും പോയി വരുമ്പോഴത്തേക്ക് വെക്കേഷൻ തീരും. അതായിരുന്നു തീരെ കുഞ്ഞിലുള്ള വെക്കേഷൻ. പിന്നെ നമ്മൾ കുറച്ചുകൂടി വലുതായപ്പോ പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ അതുമായിട്ടുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും വിഷ്ണു എല്ലാവിധ ആശംസയും നേരുന്നു. ഈ പറയുന്ന പോലെ വളരെ നന്മയുള്ള നല്ലൊരു ചിത്രമായിരിക്കുമെന്ന് വിഷ്ണു പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും പോകണം. ഒരുപാട് വിധ എന്താ പറയുക, നല്ലൊരു സിനിമയായിട്ടും നല്ലൊരു കളക്ഷൻ കിട്ടുന്ന ഹിറ്റാവുന്ന ഒരു ചിത്രമായി മാറട്ടെ, സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ്ണുവിന് എന്തെങ്കിലും ഇനി പ്രേക്ഷകരോട് പറയാനുണ്ടോ ഒരിക്കൽ കൂടി അവസാനമായി? താങ്ക് യു. വേറൊന്നും പറയാനില്ല. എല്ലാവരും കഴിയുന്നത് ഈ സിനിമ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു സോ മച്ച് വിഷ്ണു. എന്തായാലും റിവോൾവർ റിംഗോ ഇന്ന് തിയേറ്ററിൽ എത്തുകയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ചേർന്നത്. വിഷ്ണുവാണ് ആ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായി എത്തുന്നത്. വിഷ്ണു വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ചിത്രത്തിൻ്റെ ലൊക്കേഷൻ സമയത്തെയും ആ ചിത്രത്തിൻ്റെ ഒരു സാധ്യതയെ പറ്റിയും. സംസ്ഥാനത്ത് സ്കൂൾ പാഠപുസ്തക വിതരണം വൈകുമെന്ന് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി. പുസ്തകം അച്ചടിക്കാൻ പേപ്പറില്ലാത്തതിനാലാണ് അച്ചടി നീണ്ടുപോകുന്നത്. അതേസമയം പുസ്തകങ്ങൾ സമയത്തിന് വിതരണം ചെയ്യാൻ കഴിയുമെന്ന് KBPS MD സുനിൽ ചാക്കോ ന്യൂസ് 18നോട് പ്രതികരിച്ചു. മുൻപും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോഴെല്ലാം പുസ്തകങ്ങൾ സമയത്തിന് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.
സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലേക്കുള്ള പാഠപുസ്തക വിതരണം ഇത്തവണ വൈകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സ്കൂൾ തുറക്കാൻ 3 ആഴ്ച മാത്രം ബാക്കിയിരിക്കെ 70% പുസ്തകങ്ങൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ഇതിൽ പലതിന്റെയും പുറംചട്ട അച്ചടിച്ചിട്ടില്ലെന്നാണ് വിവരം. KBPS-ൽ പുറംചട്ടയില്ലാത്ത പുസ്തകങ്ങൾ കെട്ടിക്കിടക്കുകയാണെന്ന് KBPS സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി ന്യൂസ് 8-നോട് പറഞ്ഞു. KBPS-ലെ പാഠപുസ്തകങ്ങളുടെ അച്ചടി 70% മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അതും ബൈൻഡിംഗ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ KBPS-ലെ പുസ്തകങ്ങൾ അച്ചടിച്ച് അങ്ങനെ കൂട്ടിയിട്ടേക്കാണ്. ബൈൻഡിംഗ് പേപ്പർ കൃത്യമായിട്ട് ഗവൺമെന്റാണ് കൊടുക്കേണ്ടത്. പേപ്പറും പാഠപുസ്തകം അടിക്കാനുള്ള പേപ്പറും കൊടുക്കുന്നത് ഗവൺമെന്റാണ്. പക്ഷേ ഈ 2 കാര്യം കൃത്യമായിട്ട് കൊടുക്കാത്തതുകൊണ്ട് മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇലക്ഷൻ സമയത്ത് പറഞ്ഞതാണ് പാഠപുസ്തകങ്ങൾ നമ്മുടെ സ്കൂൾ അടക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ. പക്ഷേ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ പൂർണ്ണമായിട്ട്. ബാക്കി ഒന്നും അടിച്ചിട്ടില്ല. പുസ്തകങ്ങളുടെ വിതരണം പൂർത്തിയാക്കാൻ ഓണം അവധി കഴിഞ്ഞേക്കും. KBPS-ന് സർക്കാർ നൽകാനുള്ളത് 300 കോടി രൂപയാണ്. ഈ ബാധ്യത അടുത്ത സർക്കാരിന്റെ തലയിലാകുമെന്ന് ഇബ്രാഹിംകുട്ടി പ്രതികരിച്ചു. ഈ വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. 300 കോടി രൂപ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 60 കോടി രൂപ ആയിരുന്നു കുടിശ്ശിക. പക്ഷെ ഇവർ വന്നതിന് ശേഷം 300 കോടി രൂപ ആയി വർദ്ധിച്ചു. ആ ബാധ്യത മുഴുവൻ ഈ വരാൻ പോകുന്ന ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടി വരും. മാത്രമല്ല പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് ഇനി ഇപ്പം ജൂൺ മാസം 1-ാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ പൂർണ്ണമായിട്ടും പാഠപുസ്തകം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഒരു 2 മാസമെങ്കിലും ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി വരും. അപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാലും കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും പാഠപുസ്തകം കൊടുക്കാത്തൊരു സാഹചര്യമാണ്. അതേസമയം പാഠപുസ്തകങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യാനാകുമെന്ന് KBPS MD സുനിൽ ചാക്കോ ന്യൂസ് 8-നോട് പറഞ്ഞു. അറൌണ്ട് 80% ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മേജർ ടൈറ്റിൽസ് മുഴുവൻ പ്രിന്റ് ചെയ്ത് കഴിയും. അതായത് ഈ മൈനർ ഇതെന്ന് പറയുന്ന ബാക്കിയുള്ള 20% ആക്ടിവിറ്റി ബുക്കുകളാണ്. അത് ഓഗസ്റ്റിനൊക്കെ ശേഷമാണ് സ്കൂളുകളിൽ ഉപയോഗിച്ചു തുടങ്ങുക. അപ്പോൾ സ്കൂളുകളിൽ ആവശ്യമുള്ള പുസ്തകങ്ങൾ ഈ 80% മാത്രമേ ഉള്ളൂ തുടക്കത്തിൽ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് മെയ് എൻഡിന് മുമ്പായിട്ട് തന്നെ ഫുൾ ബുക്സും ടോട്ടൽ 100% പ്രിന്റ് ചെയ്ത് കഴിയും. പുസ്തകങ്ങളുടെ അച്ചടി 75%-ത്തിലധികമായിട്ടുണ്ട്. മുൻപും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം സമയത്തിന് പുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിച്ചിരുന്നു. ഇപ്പോൾ മാത്രം ഇത്തരത്തിലൊരു ആശങ്ക എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. നിർത്തിവച്ചിരുന്ന ബൈൻഡിംഗ് ഉടൻ തുടങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ എല്ലാ സമയത്തും എല്ലാ വർഷവും ഇതുപോലെ ചെറിയ ചെറിയ തടസ്സങ്ങളും അത് ഇതൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് തന്നെ പോകുന്നത്. ഇപ്പം ബൈൻഡിങ് 1-2 ദിവസമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അത് മോസ്റ്റ്ലി നാളെ തന്നെ തുടങ്ങും. കാരണം ഓൾറെഡി സപ്ലൈസ് പൈപ്പ് ലൈനിലുണ്ട്. കഴിഞ്ഞാണ് അതിനെക്കാട്ടി കൂടുതൽ സിവിയർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ സമയത്തിന് കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ അവർ പരാതി ഇല്ലാതെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും കൊടുക്കും. ഇത്തവണ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അവർക്കൊരു ആശങ്ക ഉണ്ടാവാനായിട്ട് കാരണം വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇത്തവണ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഓണത്തെക്കാട്ടി കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാഠപുസ്തകങ്ങൾ നേരത്തെ അച്ചടിക്കുന്നതിനെതിരെയും ചില ഉള്ളടക്കങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്കൂളുകൾ തുറക്കും മുൻപ് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാനൊരുങ്ങുന്ന വിദ്യാഭ്യാസ വകുപ്പിനെതിരെ നേരത്തെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരുന്നു. PK അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന UDF കാലത്ത് സ്കൂൾ തുറന്ന് പകുതി വർഷം കഴിഞ്ഞിട്ടും പുസ്തകം നൽകാതിരുന്ന കാലം മറന്നുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ വിമർശനമെന്ന ആരോപണവും ശക്തമാണ്. അതേസമയം രമേശ് ചെന്നിത്തലയുടേത് വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് കേരളത്തിലെ പാവപ്പെട്ട കുട്ടികളുടെ ഭാവിക്ക് നേരെയുള്ള പോർവിളിയാണെന്നാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചത്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വിവരങ്ങൾ ആജ്ഞ രവീന്ദ്രൻ പങ്കുവയ്ക്കും. ആജ്ഞ, ഈ പാഠപുസ്തകങ്ങളുടെ വിതരണം പൂർത്തിയാകാൻ ഓണം അവധി കഴിയും എന്നുള്ള ആ ഒരു വരി, അതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത്. അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞത് പാഠപുസ്തക വിതരണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കും, എല്ലാം റെഡിയാണ് എന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല എന്ന്. ഇപ്പോൾ സർക്കാർ താഴെ വീണു, സർക്കാർ മാറി വരുന്നു. മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പറഞ്ഞത് യാഥാർത്ഥ്യമല്ല എന്നാണോ? എൽദോ, ഈ നേരത്തെ നമ്മൾ ഈ
KBPSന്റെ MDയുടെ പ്രതികരണവും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം മുൻവർഷങ്ങളിലും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, പേപ്പറിന്റെ സ്കാസിറ്റി ഉണ്ടായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും സമയത്തിന് തന്നെ പുസ്തകങ്ങൾ സ്കൂളിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് KBPS MD സുനിൽ ചാക്കോ നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. അതേസമയം ഈ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് തന്നെ KBPS എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ആണ് KK ഇബ്രാഹിം കുട്ടി. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ ആദ്യം കേട്ടത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് 70% പോലും പുസ്തകങ്ങൾ അച്ചടിച്ചിട്ടില്ല. അത് ഇനി 2 ആഴ്ചയാണ് സ്കൂൾ തുറക്കാനുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ പാഠപുസ്തക വിതരണം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ള നിരീക്ഷണമാണ് KBPSന്റെ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റിന്റെ പ്രതികരണം. അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് ഇത് അതായത് 300 കോടി ബാധ്യതയാണ് ഇപ്പോൾ നിലവിൽ സർക്കാരിന് KBPSന് നൽകാനുള്ളത്. നേരത്തെ തന്നെ KBPS പേപ്പറുകൾ വാങ്ങി പുസ്തകങ്ങൾ അച്ചടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരമൊരു നടപടിക്രമങ്ങളായിരുന്നു ഉണ്ടായത്. പക്ഷേ ഈ പേപ്പറുകൾ നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് ഈ 300 കോടി പെൻഡിങ് ആയിരുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ പിന്നീട് സർക്കാർ പേപ്പറുകൾ എത്തിക്കുകയും അതിൽ KBPS പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നടപടിക്രമത്തിലേക്ക് അത് മാറുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇപ്പോൾ ബൈൻഡിങ്ങുകൾ ആയിട്ടില്ല, ബൈൻഡിങ്ങുകൾ തുടങ്ങിയിട്ടില്ല. അത് ഈ അച്ചടിച്ച് മാറ്റുന്ന പുസ്തകങ്ങൾ KBPSൽ തന്നെ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അതായത് അവിടെ ഇടമില്ലാത്ത തരത്തിൽ പുസ്തകങ്ങൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അത് കണക്കിലെടുക്കണം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ സുൻചാക്കോ പറഞ്ഞതനുസരിച്ച് ബൈൻഡിങ് ഇന്നോ നാളെയോ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ ബൈൻഡിങ്ങിനുള്ള പേപ്പറുകൾ ലഭ്യമായിട്ടില്ല എന്ന് ഈ കഴിഞ്ഞ ഏപ്രിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ബൈൻഡിങ് പൂർത്തിയാക്കാനുള്ള അതാണ് പ്രധാനമായി പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങൾ. പക്ഷേ ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സർക്കാർ, അതായത് LDF സർക്കാർ വന്ന ശേഷം നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായിട്ടൊരു നീക്കം പാഠപുസ്തകം സമയത്തിന് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം UDF സർക്കാരിൻ്റെ കാലത്ത് അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സാഹചര്യത്തിൽ ഓണാവധി കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 6 മാസം സമയം കഴിഞ്ഞിട്ട് പുസ്തകങ്ങൾ എത്തിക്കാതിരുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരം അവസ്ഥകൾ അല്ല ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നതെന്ന് നമുക്കറിയാം. അത്തരം മാറ്റങ്ങൾ അതായത് നോട്ടബിൾ ആയിട്ടുള്ള അത്തരം മാറ്റങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കാര്യം ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ പുസ്തകം നേരത്തെ എത്തിക്കുമെന്ന് നേരത്തെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രസ്താവന നടത്തിയപ്പോൾ തുഗ്ലക് പരിഷ്കാരമാണ് ശിവൻകുട്ടിയുടേതെന്ന് വിമർശനവുമായിട്ട് രമേശ് ചെന്നിത്തല രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് അത്രയും നേരത്തെ എത്തിക്കുന്നത് അതായത് കുട്ടികൾ ജയിക്കുന്നുണ്ടോ, 9ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടി 10ാം ക്ലാസ്സിലേക്ക് ജയിക്കുന്നുണ്ടോ, ആ കണക്കുകളൊക്കെ എടുത്തിട്ട് വേണം പുസ്തകങ്ങൾ അച്ചടിക്കാൻ. അത് ഇല്ലാതെ എങ്ങനെയാണ്? പക്ഷേ അത്രയും സമയം, അതായത് റിസൾട്ട് വരുന്ന സാഹചര്യം എപ്പോഴാണെന്ന് നമുക്കറിയാം. മെയ് ഒരു പകുതി ആകുമ്പോഴാണ് അടുത്ത ക്ലാസ്സിലേക്കുള്ള റിസൾട്ട് വരിക. അത്രയും വൈകിട്ട് ഈ പുസ്തകങ്ങളുടെ കണക്കെടുത്ത ശേഷം അതായത് അധ്യയന വർഷത്തിലേക്കുള്ള പുസ്തകങ്ങൾ അച്ചടിക്കുക എന്നുള്ളത് ആപ്ലിക്കബിളായ കാര്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ അത്തരം വിമർശനങ്ങളുമായിട്ടാണ് ഈ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നതും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരുപക്ഷെ ഭരണം മാറിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള ഒരു വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നതാകാം. 300 കോടിയുടെ പെൻഡിങ് KBPSന് നൽകാനുണ്ട് എന്ന് പറയുമ്പോൾ അത് പുതിയ സർക്കാരിൻ്റെ തലയിലേക്ക് വരുമെന്ന് ഇദ്ദേഹം, അതായത് യൂണിയൻ പ്രസിഡന്റ് നമ്മളോട് പറയുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇതായിരിക്കാം അവർക്ക് ഒരു പക്ഷേ KBPSന് മുന്നോട്ട് വെക്കാനുള്ള ആശങ്ക അതായിരിക്കാം. അത് അടുത്ത തവണ, അതായത് ഭരണമാറ്റം വരുമ്പോൾ KBPSന്റെ ഉത്തരവാദിത്തം UDFിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ 300 കോടിയുടെ ബാധ്യത ചുമക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയായിരിക്കും ഒരു പക്ഷേ അവർ ഷെയർ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ അത്തരം ഒരു ആശങ്കയിലേക്കായിരിക്കും പോകുക. എന്തായാലും പാഠപുസ്തക വിതരണം മുടങ്ങില്ല. ഈ പറയുന്നത് പോലെ 80% പുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ ആവശ്യമായി വരിക. ബാക്കിയൊക്കെ ആക്ടിവിറ്റി ബുക്കുകളാണ് എന്നാണ് സുനിൽ ചാക്കോ നമ്മളോട് പ്രതികരിച്ചത്. എങ്ങനെയാണ് അത് ശരിയാണ്. കാരണം അത് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടതല്ല, അതായത് സ്കൂൾ തുറക്കുമ്പോഴോ അല്ലെങ്കിൽ അതിലൊരു 2 മാസത്തിലോ ഉപയോഗിക്കേണ്ടതല്ല ഈ ആക്ടിവിറ്റി ബുക്കുകൾ. അതുകൊണ്ട് പാഠപുസ്തക വിതരണം മുടങ്ങില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് KBPS MD ഉള്ളതും. അത് മുടങ്ങില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ കാരണം നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലെത്തുമ്പോൾ അവർക്ക് പാഠപുസ്തകങ്ങൾ വേണം. എങ്ങനെയൊക്കെ പ്രതിസന്ധിയുണ്ടോ ആ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം. എന്നാലും അത്ര ശുഭകരമായിട്ട് സാഹചര്യമല്ല ഉള്ളത് എന്ന് മാത്രം വ്യക്തമാകട്ടെ. അശാന്തമായി വീണ്ടും പശ്ചിമേഷ്യ. ഇറാനിലേക്ക് ആക്രമണം നടത്തിയ അമേരിക്കൻ എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഈ തിരിച്ചടി. 2 തുറമുഖങ്ങൾ ഉൾപ്പെടെയാണ് അമേരിക്ക ആക്രമിച്ചത്. യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന പ്രഖ്യാപനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടരുമെന്ന് ഇതിനിടെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വി വിനോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, ഒരൊറ്റ പേജ്
എന്താ സമവായത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നതിനിടയിലാണല്ലോ ഇത്തരത്തിൽ സംഭവം. ഇറാൻ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നു. പക്ഷേ അമേരിക്ക നേരെ തിരിച്ച് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നും കരുതുന്നു. എന്താണ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം? എൽദോ, കഴിഞ്ഞ ദിവസമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി യുദ്ധം അവസാനിച്ചു എന്ന തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. ട്രംപും ഇതുതന്നെയാണ് സൂചിപ്പിച്ചിരുന്നത്. നേരത്തെ യുദ്ധം അവസാനിക്കുന്നു എന്ന സൂചന അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സ്ഥിതികൾ അത്ര സുഖകരമല്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇറാനിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ടെഹ്റാനിലേക്ക് ഉൾപ്പെടെയാണ് ഈ ആക്രമണം നടന്നത്. അതോടൊപ്പം തന്നെ 2 തുറമുഖങ്ങൾ ഖേഷം, അതോടൊപ്പം തന്നെ ബന്ദർ അബ്ബാസ്, ഈ 2 തുറമുഖങ്ങളിലേക്കും അമേരിക്കൻ സേന ആക്രമണം നടത്തിയിരിക്കുന്നു. അവിടെയുള്ള ഈ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അതിൻ്റെ സംഭരണ കേന്ദ്രങ്ങളിലേക്കാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അതിന് അമേരിക്ക കാരണമായി പറയുന്നത് അമേരിക്കയുടെ എണ്ണക്കപ്പൽ ഇറാൻ ആക്രമിച്ചു എന്ന കാര്യമാണ്. ഈ കാര്യം നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നതാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകളോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധമുള്ള കപ്പലുകളോ ഹോർമൂസ് വഴി കടന്നുപോയാൽ ആക്രമിക്കുമെന്ന കാര്യം. എന്നാൽ യുദ്ധം അവസാനിച്ചു എന്ന പ്രഖ്യാപനം വന്നതിന് ശേഷവും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അതിന് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അമേരിക്കൻ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഇതിൻ്റെ തിരിച്ചടിയാണ് ഉണ്ടായതെന്ന വിശദീകരണമാണ് ഇപ്പോൾ അമേരിക്ക നൽകുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന സമാധാനം പുലരുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടരും എന്ന് തന്നെയാണ്. ഒറ്റ പേപ്പറിൽ ഒരു സമാധാന കരാർ ഉണ്ടാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇറാൻ 14 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ അമേരിക്ക അംഗീകരിക്കുമോ എന്നറിയില്ല. അമേരിക്ക മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിക്കാൻ ഇറാനും തയ്യാറായിട്ടില്ല. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം അങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷേ ഇരു വിഭാഗത്തിൻ്റെയും സൈന്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. മാത്രമല്ല, ഈ തെക്കൻ ഇറാനിലേക്കും ടെഹ്റാനിലേക്കും ഒക്കെ തന്നെ അമേരിക്കയുടെ ആക്രമണം നടന്നിരിക്കുന്നു. ഇതിൽ ഖേഷം തുറമുഖത്ത് ഏതാണ്ട് 1.5 ലക്ഷം ആളുകൾ താമസിക്കുന്നൊരു ദ്വീപാണ്. ആ ദ്വീപിലേക്കാണ് ആക്രമണം ഉണ്ടായത്. അവിടെ ഈ ജലശുദ്ധീകരണ കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിലേക്കും ആക്രമണം നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, അവർക്ക് അവരുടെ സ്വൈരജീവിതം തകരുന്ന തരത്തിലേക്ക് ഈ ആക്രമണങ്ങൾ വീണ്ടും മാറുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപനമുണ്ടായി യുദ്ധം തുടരില്ല എന്ന കാര്യം. പക്ഷേ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സൈന്യം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ. റൈറ്റ്. വി വിനോദാണ് വിവരം നൽകിയത്. ന്യൂസ് ഡെസ്കിൽ. ഇനി സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. ന്യൂസ് 18 കേരളം അസോസിയേറ്റ് എഡിറ്റർ NM ഉണ്ണികൃഷ്ണന്റെയും സുബർണയുടെയും മകൾ ഗൗരിയുടെ പിറന്നാളാണെന്ന് ആശംസകൾ അറിയിക്കുകയാണ് ന്യൂസ് 18 കേരളത്തിന്റെ സഹപ്രവർത്തകർ. അവർ ഗൗരിക്കുട്ടിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ഗൗരി. രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് പെട്രോൾ കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.